പോകുന്നത് നമ്മുടെ കാക്കനാട് അടുത്തുള്ള ഒരു കപ്പലയിൽ പെരുന്നാളാണ്. അപ്പം നല്ല ബീഫും അതേപോലെ ചോറും കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോകുകയാണല്ലാണ്ട് പെരുന്നാൾ കൂടാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ പോകാമെന്ന് കരുതി ഞാനും തന്നെയും രാഹുലേട്ടനും കൂടി ബൈക്ക് എടുത്ത് ഇറങ്ങി. ആക്ച്വലി ടൈം നല്ലപോലെ ലേറ്റായി. അപ്പം നമ്മുടെ വേറെ ഫ്രണ്ട്സും അവിടെ ഉണ്ട്. അവർ ഫുഡൊക്കെ കഴിച്ചിരിക്കുക, പെട്ടെന്ന് വന്നാൽ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് പറക്കാമെന്ന് കരുതി. അങ്ങനെ സ്പീഡിലൊക്കെ പോകാൻ നോക്കുന്നുണ്ട്. പോകുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അങ്ങനെ പോകുന്നത് അങ്ങനെ പോയി നമ്മളതിൻ്റെ അടുത്ത് എത്താറായി. ഏകദേശം ലാസ്റ്റ് നമ്മൾ പള്ളിയിലെത്തി. സത്യം പറഞ്ഞാൽ നല്ല ഫുഡും ഇതെല്ലാം കിട്ടിയപ്പോൾ ഫുഡ് ആദ്യം കഴിച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഒക്കെ എടുത്തിടാന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് നല്ല അടിപൊളി ഫുഡായിരുന്നു. ബീഫ് ഞാൻ കഴിക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് അറിയത്തില്ല. നല്ല ഫുഡെന്ന് അവർ പറഞ്ഞത്. ക്ഷീണിച്ചു. ലാസ്റ്റ് ഞങ്ങൾ പോയത് ഞങ്ങളുടെ മെയിൻ ഫ്രണ്ട് സർക്കിളിലോട്ടാണ്. ഇത് രഞ്ജിപ്പി, ഞങ്ങളുടെ ക്യൂട്ട് ബോയ്. അടുത്ത വേറൊരാളുണ്ട്, ഇൻട്രോവേർട്ടാണ്. ഇൻവെർട്ടർ ആയത് കാരണം അവൻ തലയിൽ ഹെൽമെറ്റും വെച്ചിട്ടാണ് ഓടുന്നത്. എന്നെ ഇടയിൽ പേടിപ്പിക്കുന്നതുണ്ട്. ഞാൻ കരുതി അവൻ്റെ പുറകെ തന്നെ പോകാമെന്ന്. അങ്ങനെ ഞാൻ പുറകെ തന്നെ പോയി. ഭയങ്കര ഓട്ടമായിരുന്നു. അപ്പോഴേക്കും അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്ന കേസ്. അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് പിന്നെ അവരെ പേടിപ്പിച്ച്. അതിൽ രഞ്ജിപ്പി സത്യം പറഞ്ഞാൽ പേടിച്ച്. അവൻ പക്ഷെ പേടിച്ചില്ല. പിന്നെയും അവൻ ഹെൽമെറ്റ് ഊരുന്നില്ല. ഞാൻ അവൻ്റെ പുറകെ പിന്നെയും പോയി. ഏറ്റവും പീസ്ഫുള്ളായിട്ട് ഇരിക്കുന്നത് ഇവരുടെ കൂടെയാണ്. ഇതിലൊരാൾ രഞ്ജിപ്പി, വേറൊരാൾ അഖിൽ, വേറൊരാൾ മനു, പിന്നെ തന്നെ അറിയാലോ അവൾ. നമ്മൾ ചില ടൈമിലൊക്കെ പറയത്തില്ലേ, സം ഫ്രണ്ട്ഷിപ്പ് ആർ ലൈക്ക് ആൻഡ് ഡയമണ്ട് ആൻഡ് ടൈംലെസ് ആൻഡ് അൺബ്രേക്കബിൾ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെയുള്ള കുറച്ച് പേരാണ് ഇവർ. ഇവരുടെ കൂട്ടത്തിലിരുന്ന് കഴിഞ്ഞാൽ മൈൻഡ് സെറ്റാണ്. പിന്നെ ഇത് മനു, ഇവനാണെങ്കിൽ എന്നെ ഒന്ന് വിട്ടേക്കാവോ എന്ന് പറഞ്ഞ് കരയുമായിരുന്നു. ലാസ്റ്റ് പിന്നെ അങ്ങനെ പോവാമെന്ന് കരുതി എല്ലാവരുടെ അടുത്തും ബായ് പറഞ്ഞു. എല്ലാവരും ഒന്ന് ശല്യം ഒന്ന് പോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പോകാമെന്ന് കരുതി വണ്ടി എടുത്ത് ഞങ്ങൾ പാലാരിവട്ടത്തിലോട്ട് നേരെ പോയി. ഒന്ന് കടയിൽ കയറണമായിരുന്നു. പിന്നെ വേണോ വേണ്ടിയെന്ന് വെച്ചാൽ ലാസ്റ്റ് അവിടെ നിർത്തി. കടയിൽ കയറി ലാസ്റ്റ് അങ്ങനെ ഞങ്ങൾ പാലാരിവട്ടത്തെത്തി. വീട്ടിൻ്റെ അവിടെ എത്താറേ. അപ്പം ഞങ്ങളിങ്ങനെ പോയ കഥയൊക്കെ പറഞ്ഞ് ഞാനും രാഹുലേട്ടും കൂടി കഥയൊക്കെ പറഞ്ഞ് അങ്ങ് പോകാമെന്ന് കരുതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. ആക്ച്വലി അവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഭയങ്കര പീസ്ഫുള്ളാണ്. മൈൻഡ് അങ്ങനെ സെറ്റാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഓക്കെ ബൈ.